BJP നേതാവ് ലിജിൻ ലാൽ ചേരുന്നുണ്ട്. ശ്രീ ലിജിൻ, ഈ കേസിനെ BJP എങ്ങനെയാണ് നിയമപരമായി നേരിടുന്നത്? എങ്ങനെ PC ജോർജിനെ സംരക്ഷിക്കാനാണ് നീക്കം? ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ PC ജോർജിന് പൂർണ്ണ പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് ഹാജരാകുമെന്നാണ് ശനിയാഴ്ച നോട്ടീസ് കിട്ടിയ സമയത്ത് പാലാ DYSPക്ക് കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ച ഹാജരാകുമെന്നായിരുന്നു. അദ്ദേഹം ഇപ്പോൾ 11 മണിക്ക് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരായിരിക്കുകയാണ്. ബാക്കി കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന നടപടികൾ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും. PC ജോർജിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണ ഈ വിഷയത്തിലുണ്ട്. PC ജോർജ് അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകര് തീവ്രവാദത്തിന് എതിരായിട്ട് സംസാരിക്കുമ്പോൾ അവരെ കേസിൽ കൊടുക്കാൻ വേണ്ടി കാണിക്കുന്ന ആർജവം മറ്റ് വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്നില്ല എന്നുള്ളതാണ് BJP പ്രധാനമായും പറയുന്നത്. ഹമാസിന്റെ നേതാക്കന്മാരെ ചിത്രങ്ങൾ ആനപ്പുറത്ത് വെച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തുന്നു. ഹമാസിന്റെ നേതാക്കന്മാരെ കേരളത്തിൽ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നവരെ പിന്തുണയ്ക്കുകയും വീണ്ടും വീണ്ടും അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളുമായി BJP മുന്നോട്ട് പോകും. ഏകദേശം 30ഓളം വീഡിയോകൾ നമ്മൾ ഇപ്പോൾ തരാൻ വേണ്ടി തയ്യാറാണ്. വേണമെങ്കിൽ ആ വിഷയങ്ങളൊക്കെ വർഗീയമായ പരാമർശം നടത്തുന്ന അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പോലീസിനോ ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല. പക്ഷെ PC ജോർജ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ BJP പറയുന്ന സമയത്ത് അവർക്കെതിരെ കേസെടുക്കാൻ വേണ്ടി അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഹിന്ദു സംസ്കാരത്തിനെതിരായിട്ട് സംസാരിക്കുന്നു. ഷംസീർ ഗണപതി മിത്താണെന്ന് പറയുന്നു. അതിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാണ്. അല്ലെങ്കിൽ ഹിന്ദു സ്ത്രീകൾക്കെതിരായിട്ട് പരാമർശം നടത്തുന്നു, അതിനെ നോവലാക്കുന്നു, ഇതിനെ എല്ലാം പിന്തുണയ്ക്കുന്നു, അത് കച്ചവടം നടത്താൻ വേണ്ടി തയ്യാറാവുന്നു. പക്ഷേ BJPയുടെ നേതാക്കന്മാർ ഇവിടുത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് ഈരാറ്റുപേട്ടയെ പറ്റി വളരെ കൃത്യമായി ഇന്റലിജൻസ് റിപ്പോർട്ട് വരെയുള്ള പ്രദേശമാണ്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് വരെയുള്ള ഈരാറ്റുപേട്ടയെ പറ്റി പറയുമ്പോൾ അത് ചില സമൂഹത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കുന്ന സമീപനം ഇരട്ട നീതിയാണ്. അത് വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തുന്ന നടപടികളുടെ ഭാഗമാണ് എന്ന് മാത്രമാണ് BJPക്ക് പറയാനുള്ളത്. ലജിൻ, ഈ വിഷയത്തിൽ PC ജോർജിന്റെ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പം BJPക്കുള്ളിലുണ്ടോ? ചില മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട BJPയുടെ പ്രതികരണം, ഔദ്യോഗിക പ്രതികരണം എന്താണ്? BJPയുടെ ഔദ്യോഗിക പ്രതികരണം ആരെങ്കിലും ചോദിച്ചതായിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് ഇന്ന് ഇവിടെ വന്നതിന് ശേഷം മാത്രമാണ് മാധ്യമങ്ങൾ ഈ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. മാധ്യമങ്ങൾ ഇന്നിവിടെ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. PC ജോർജിന് പിന്തുണയുമായി ഇവിടെ എത്തിയിരിക്കുന്ന BJPയുടെ പ്രവർത്തകർ അവരെല്ലാവരും നേരിട്ട് കണ്ടതാണ്. പക്ഷെ മാധ്യമങ്ങളെ ജനങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആളുകളെ തമ്മിൽ തെല്ലിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് ഇന്നലെ അത്തരം ഒരു വാർത്ത PC ജോർജിന് BJPയുടെ പിന്തുണയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതാനും ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്തയെ അത്തരത്തിൽ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. BJP PC ജോർജിനൊപ്പം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ എല്ലാ കാലവും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും BJP നേതാക്കന്മാരെ മാധ്യമ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഇന്ന് ഇവിടെ വന്ന മാധ്യമങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടതാണ്. എന്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഒരു വിഷയം വന്നു കഴിയുമ്പോൾ ഏത് രീതിയിലാണ് പാർട്ടി അത് എടുക്കുക, പാർട്ടിയുടെ പ്രവർത്തകർ അത് എടുക്കുക എന്നുള്ളത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് നേരിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ലിജിൻ, ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.